എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, എടി നിനക്ക് ചിക്കൻ പോക്സ് വന്നോന്ന്. അപ്പൊ പിന്നെ നമുക്ക് സ്കിൻ കെയർ ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രമായി. ഐ വാസ് സോ സ്കെയർഡ് ടു യൂസ് ദിസ്. ഈ സ്കിൻ സൈക്ലിങ്ങിലും ഞാൻ പറഞ്ഞല്ലോ, ഇൻ ബിറ്റ്വീൻ ഒരു കുരു വരുവാണെങ്കിൽ, ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇപ്പൊ നിങ്ങൾ ഇന്ന് തംബ്നെയിലും ക്യാപ്ഷനിലൊക്കെ കണ്ട പോലെ ഐ ബി ഷെയറിങ് മൈ സ്കിൻ ആൻഡ് സ്കിൻ കെയർ ജേർണി. ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല, പക്ഷെ എൻ്റെ സ്കിൻ ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ സ്കിന്ന് ഭയങ്കര ആക്നെ പ്രോൺ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്. സോ അപ്പൊ അത് അതിൻ്റെ ഒരു വലിയൊരു ജേർണി തന്നെയുണ്ട്. എൻ്റെ ടീനേജ് ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഒരു ഒരു കുഞ്ഞു സ്പേസ് പോലും ഇല്ലായിരുന്നു കുരു വരാത്തത്. അപ്പോൾ അത് പിന്നെ ഞാനതങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്റ്റീവ് ആക്നെ എൻ്റെ മുഖത്തുണ്ടെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും പൊട്ടിച്ചിരിക്കും. അതങ്ങനെയാണ്, എനിക്ക് അല്ലാതെ പറ്റില്ല, എനിക്കത് കൺട്രോൾ ചെയ്യാൻ എന്നെ പറ്റില്ല. അപ്പം ഇപ്പോഴും എൻ്റെ മുഖത്ത് കുരു ഇല്ലാന്നല്ല, എനിക്കിതാ ഇവിടെ ഇങ്ങനെ സ്പോട്സ് ഉണ്ട്, പക്ഷെ ഭയങ്കര കുറവാണ് വരുന്നത്. അപ്പം ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും ചെറുപ്പത്തില് ഭയങ്കര ചെറുതായിരിക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് എല്ലാവരുടെയും പോലെ എന്റെയും നല്ല സ്കിന്നായിരുന്നു. അപ്പം എൻ്റെ സ്കൂളിൽ ഞാൻ ഒരു പൊട്ടത്തര ആലോചിച്ചിരുന്നത് പറയാം കേട്ടോ. എൻ്റെ സ്കൂളിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. സോ ഷി വാസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ ചേച്ചിയുടെ മുഖത്ത് ഇങ്ങനെ നമ്മുടെ സായി പല്ലവി മോഡൽ കുരുക്കളുണ്ട്, ഇങ്ങനെ ലൈക്ക് കുറച്ച് പിങ്ക് കളർ കുരുക്കളുണ്ട്. ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോ ആ ചേച്ചിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുഖത്തും ഇങ്ങനെ കുരുക്കൾ വന്നിരുന്നെങ്കിൽ ഞാനും അത്ര ഭംഗിയായേനേന്ന്. അങ്ങനെ പക്ഷെ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും വന്നില്ല. പക്ഷെ ഒരു 7th 8th ആയപ്പോൾ എൻ്റെ മുഖത്ത് കുരു വരാൻ തുടങ്ങി. പക്ഷെ നമുക്ക് വരുന്ന കുരു സായി പല്ലവി പോലെ ഒന്നുമല്ല, ഭയങ്കര ഒരു ആക്നീസ് ആണ്. അത് ഞാൻ കുത്തി പൊട്ടിച്ചിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ മാർക്സ് ആയിട്ട് ഇങ്ങനെ കാലാകാലത്തോളം കെടുക്കും. അങ്ങനെ അങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ അത് നിന്നിട്ടില്ല, എന്തോ എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച പോലെ അങ്ങനെ വരാൻ തുടങ്ങിട്ടോ. അപ്പോ എൻ്റെ മുഖത്ത് ഈ ശരിക്കും ഞാൻ ഇതിന്റെ ഭയങ്കരമായിട്ട് തോന്നിയത്, അതായത് ഇതൊരു കൺസേൺ ആയിട്ട് തോന്നിയത്, ഞാൻ 8th സ്റ്റാൻഡേർഡ് ആണോ 9th ആണോ എന്നറിയില്ല, സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോയപ്പോൾ അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, എടി നിനക്ക് ചിക്കൻ പോക്സ് വന്നോന്ന്. ശരിക്കും എനിക്ക് ചിക്കൻ പോക്സ് വന്നതല്ല, എൻ്റെ മുഖത്ത് കുരു വന്ന് ഞാൻ പൊട്ടിച്ചുണ്ടാക്കിയ പാടുകളാണ്. അത്രയ്ക്കും ദാരുണമായിരുന്നു എൻ്റെ മുഖം, ഭയങ്കരമായിട്ട് ഫുള്ള് കുരുവായിരുന്നു. എനിക്കൊരു സ്പേസ് ഇല്ലായിരുന്നു കുരു ഇല്ലാത്തത്. അത് അങ്ങനെ കുരു ഇല്ല, എനിക്ക് അത്രയും പാട് വരുന്നു വന്നാൽ പിന്നെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് പൊട്ടിക്കാതിരിക്കും എനിക്ക് പറ്റില്ല, ഞാൻ പൊട്ടിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു. ഞാൻ ആക്ച്വലി എല്ലാ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതി, ഹോമിയോപ്പതി, അതുപോലെ തന്നെ ആയുർവേദിക് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അങ്ങനെ അവിടെ ഭയങ്കര എഫക്റ്റീവ് ഒന്നും ആയിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ പിന്നെ മുഖപ്പം എന്ത് ചെയ്യാ, വേറൊന്നും ചെയ്യാലോ. അപ്പൊ മുഖത്ത് കുരുവും കൊണ്ട് നടക്കുക. അപ്പോൾ എന്തായാലും ഒരു ആക്നെങ്കിലും ഒരു ആക്റ്റീവ് ആക്നെങ്കിലും ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഇങ്ങനെ പൊന്തിരിക്കുന്നത് കാണുമ്പോൾ എന്തോ ഭയങ്കര അസ്വസ്ഥത, ഞാൻ പൊട്ടിഞ്ഞ കളയും. അപ്പൊ അങ്ങനെയൊക്കെ സമയത്താണ് നമ്മുടെ കൊറോണ ടൈമില് ഞാനിങ്ങനെ കുറച്ച് DIY ഒക്കെ നോക്കാറുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ വെറുതെ വീട്ടിലിരിക്കായിരുന്നല്ലോ കൊറോണ ടൈമില്. ആ സമയത്ത് ഞാൻ ഒരു DIY, ഒരു ചേച്ചി ശരിക്കും ഭയങ്കര ജെന്യുവൻ ആയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ ട്രൈ ചെയ്തു. ശരിക്കും ആ ചേച്ചിക്ക് നല്ല റിസൾട്ട് എന്ന് വന്നിട്ട് അത് ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ ഭയങ്കര റിസൾട്ട് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ മുഖത്ത് കുരു കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അത് നല്ല സാധനമാണ്. ലൈക്ക് ഭയങ്കര അത് കെമിക്കലൊന്നുമല്ല, ആയുർവേദിക് സാധനം. ഈ നവര അരി, ഒരു നവര എന്ന് പറഞ്ഞ ഒരു അരി ഉണ്ട്, അതും പിന്നെ കോലരക്ക്, എന്തോ സംതിങ് ആയുർവേദിക് ആണ്. ഇത് രണ്ടും വാങ്ങി പൊടിച്ചിട്ട് പാലിലോ തൈരിലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് തേക്കുക. അങ്ങനെ ഞാൻ തേച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, എൻ്റെ കുരുവൊക്കെ കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് വന്ന്, ആ കോൺഫിഡൻസ് കാരണം ഞാൻ വേറൊരു DIY എന്തോ ഒരു ഓയിൽ അതെന്തോ നമ്മൾ മുഖത്ത് തേക്കുന്നത്, അതും ഇതുപോലെ തന്നെ കുരു കുറയാനുള്ളതൊക്കെ ആയിട്ട്. ഓക്കെ, വൈ നോട്ട്, ഞാൻ അതും ഉണ്ടാക്കി മുഖത്ത് തേച്ചു. പക്ഷേ എൻ്റെ സ്കിൻ ആക്നെ പ്രോൺ ആണ്. എൻ്റെ സ്കിൻ ഓയിലി ഒന്നല്ല, ഡ്രൈനെസ് എനിക്ക് തോന്നാറുണ്ട് വിന്റർ സീസണിൽ, അല്ലാതെ എനിക്ക് അങ്ങനെ ഭയങ്കര ഓയിലിനെസ് എനിക്ക് തോന്നാറില്ല. എന്നാൽ ഡ്രൈ സ്കിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റ്സ് എ നോർമൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയിരുന്നു ആ ടൈമിൽ. ആ ഓയിൽ തേച്ചപ്പോൾ എൻ്റെ മുഖത്ത് നിറയെ കുരു വന്നു. പിന്നെ ഈ കോലർക്ക് ഞാൻ ഇട്ടൊരു കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ വീണ്ടും ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു. അപ്പൊ ആ ഒരു അലർജിക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പോയെങ്കിലും വീണ്ടും എനിക്ക് മുഖത്ത് കുരുക്കളൊക്കെ വരാൻ തുടങ്ങി.
അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ DIY ഒന്നും പറ്റാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ മാറി. ഞാൻ ബാംഗ്ലൂർ വന്ന് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ പിന്നെ നമുക്ക് സ്കിൻ കെയർ ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രമായി. പക്ഷെ ഞാൻ ആ സമയത്താണ് ഞാൻ ഫസ്റ്റ് ഈ സെറം ഒക്കെ ട്രൈ ചെയ്യുന്നത്. ഞാൻ സൺസ്ക്രീൻ ഒരു 8th 9th ആ സമയം തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ സ്കിന്നിന് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെയിലത്ത് പോയി വരുമ്പോൾ ഒരു ഗ്രേഷ്, അത് ടാൻ ഒന്നല്ല, ലൈക്ക് ഒരു സൈഡിൽ മാത്രം എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഈ മോയിസ്ചറൈസർ, സിറം, ടോണർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ കാശ് തരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാലോ. ഇതങ്ങനെയാണല്ലോ, നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇപ്പോ പപ്പയുടെ അടുത്ത് പപ്പ എനിക്ക് സിറം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കിടി എന്ന് പറയും. അപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ പൈസ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്റേതായിട്ട് ഞാൻ സ്കിൻ കെയർ വാങ്ങി. ഞാൻ ഫസ്റ്റ് വൈറ്റമിൻ C സിറമാണ് ട്രൈ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് പ്ലം ആണ്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് പ്ലം ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തോ. ഓക്കെ, അപ്പൊ അങ്ങനെ മോയിസ്ചറൈസർ, സൺസ്ക്രീൻ, സെറം അങ്ങനെ ഒരു റുട്ടീൻ ഫോം ചെയ്യാനൊക്കെ നോക്കി. നടക്കുന്നില്ല, കാരണം നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ വന്നു പിന്നെ ഇതൊക്കെ തേച്ച് കിടന്നു ഉറങ്ങാനൊക്കെ ആർക്ക് സമയം, പിന്നെ വീണ്ടും രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോകണം. അങ്ങനെ ഒരു റുട്ടീനൊന്നും ഇല്ല. ഇങ്ങനെ ചുമ്മാ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ തേക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അപ്പോഴും എന്റെ മുഖത്ത് കുരുവൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ കുരുണ്ട്. ഞാൻ പൊട്ടിക്കുകയും ചെയ്യും, മാർക്സ് ആവും, മുഖത്ത് എപ്പോഴും മാർക്സ് ഉണ്ട്. ആ സമയത്താണ് എന്റെ കല്യാണം വരുന്നത്. അപ്പം കല്യാണം വന്നപ്പോൾ എനിക്ക് ഈ മേക്കപ്പ് ഒക്കെ കുറച്ച് ഫ്ലോലെസ് ആയിട്ട് നിൽക്കണമെങ്കിൽ, എനിക്കിങ്ങനെ ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആക്റ്റീവ് ആക്നെ വന്ന് ഞാൻ അത് പൊട്ടിക്കുന്നത് എനിക്കറിയാം. എനിക്ക് അതിലൊരു കൺട്രോൾ ഇല്ല. ഞാൻ എത്ര വിചാരിച്ചാലും എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് സീരിയസ്ലി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. ആളുടെ അടുത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ കല്യാണമാണ്, എനിക്ക് അങ്ങനെ മുഖത്ത് കുരു വരുന്നത് എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല. ഞാൻ എന്റെ കല്യാണമല്ലേ, അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് വേണം, അതുകൊണ്ട് എന്റെ മുഖത്ത് കുരു പോകണം. അപ്പൊ ആള് പറഞ്ഞു, ഓ കല്യാണമാണല്ലേ എന്ന് പറഞ്ഞിട്ട് ആളൊരു മരുന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കഴിക്കാനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുഖത്ത് തേക്കാനും ഉണ്ടായിരുന്നു. ആ മരുന്ന് നല്ല എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇട്ടപ്പന്നെ സ്വിച്ചിട്ട് പോലെ പോയിന്നല്ല, ഒരു 3-4 ആഴ്ച, ഒരു മാസമൊക്കെ ഞാൻ ചെയ്തപ്പോൾ എന്റെ മുഖത്ത് കുരു വരുന്നത് നല്ലപോലെ കുറഞ്ഞു. മാർക്സ് ഒക്കെ ഇങ്ങനെ ഫെയ്ഡായി പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇപ്പം ആ മരുന്ന് തേച്ചില്ലെങ്കിലും എന്റെ മുഖത്ത് അങ്ങനെ ഒരുപാട് ഇതുപോലെ കുരു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിരിച്ചന്റെ ടൈമിൽ ഒരു 1-2 കുരു വരും, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ കുരു വരുന്നത് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് സ്കിൻ കെയർ ഒരു റുട്ടീനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് സ്കിൻ സൈക്ലിംഗ്. അത് ഞാനിപ്പം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്കൊരു കുരു മുഖത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്കിൻ സൈക്ലിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്കിൻ സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ആക്റ്റീവ് ആക്നെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു 3-4 ദിവസത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്യും. ആ കുരു പോകുന്നത് വരെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യും, ഇത് പൊട്ടിക്കാതിരിക്കാൻ. ഓക്കെ, അപ്പൊ സ്കിൻ സൈക്ലിംഗ് ഞാനൊരു 4 ഡേയ്സിന്റെ സ്കിൻ സൈക്ലിംഗ് ആണ് ചെയ്യുന്നത്. ആ സ്കിൻ സൈക്ലിംഗിൽ ഫസ്റ്റ് ഡേ ഞാൻ ചെയ്യുന്നത് HA/BHA പീലിംഗ് സൊല്യൂഷൻ. അത് യൂസ് ചെയ്തിട്ട് നൈറ്റ് ടൈം ഞാനൊരു ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. പിന്നെ സെക്കൻഡ് ഡേ റെറ്റിനോൾ യൂസ് ചെയ്യും. റെറ്റിനോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്കിൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല പേടിയായിരുന്നു. കാരണം എനിക്ക് എന്താ പറയാ, എന്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, എനിക്ക് നല്ല ഉറപ്പാണ്. എന്തെങ്കിലും ഒരു പുതിയ ഇൻഗ്രീഡിയന്റ്, ഇപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്, നയാസിനമൈഡ്, കുരുവൊക്കെ വന്നപ്പോൾ സാലിസിലിക് ആസിഡ്, ഈ വക സെറം ഒക്കെ ഞാൻ എന്റെ മുഖത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും എനിക്ക് പേർജിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. എനിക്ക് മുഖത്ത് ഇപ്പം അധികം കുരു വരാത്ത ഞാൻ ഇനി ചുമ്മാ അങ്ങനെ ഓരോന്ന് തേച്ച് ട്രിഗർ ചെയ്ത് ഇതിന് വരുത്തണോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ആക്ച്വലി അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇടുന്നത്. ആക്ച്വലി ഐ വാസ് എ ലിറ്റിൽ നെർവസ്. എന്നില്ലാട്ടെ. ഓക്കെ, അപ്പൊ സ്കിൻ സൈക്ലിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ, ഞാനൊരു 4 ഡേയ്സ് സൈക്കിളാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഞാൻ മറ്റേ HA/BHA സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോന്റെ 30% HA 2% BHA ഫേസ് പീലിംഗ് സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ സൊല്യൂഷൻ എനിക്ക് ഓക്കെയാണ്. പക്ഷെ ആസ് എ ബിഗിനർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും 30% ഒന്നും എടുക്കണ്ടെന്ന് തോന്നുന്നു ഡെർമാക്ക. കാരണം എന്റെ സ്കിന്നിൽ ഇങ്ങനെ ബേൺസ് ഒന്നും ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. പക്ഷെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ബേൺസ് വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് 30% ബിഗിനർ ആണെങ്കിൽ ഓഫ് കോഴ്സ് യൂസ് ചെയ്യണ്ട.
ട്രൈ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ലോ കോൺസെൻട്രേഷൻ, എനിക്ക് തോന്നുന്നു ഡെർമക്കോണ്ട് തന്നെയുണ്ട് 15% അങ്ങനെ എന്തോ ഉണ്ട്, അതിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഡെർമക്കോ ഓക്കെയാണ്, സോ ഐ എം യൂസിങ് ഇറ്റ്. പിന്നെ അതാണ് ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ഡേ റെറ്റിനോൾ ആണ് യൂസ് ചെയ്യുന്നത് നൈറ്റിൽ. ഫസ്റ്റ് ഡേ നൈറ്റ് നമ്മൾ ചുമ്മാ മോയ്സ്ചറൈസർ ഇട്ട് കിടന്നുറങ്ങുന്നു. 10 മിനിറ്റ്സ് ഇത് വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞ് പിന്നെ അതിന് മേലെ മോയ്സ്ചറൈസർ ഇട്ട് കിടന്നുറങ്ങുന്നു. ഓക്കെ, ദി സെക്കൻഡ് ഡേ റെറ്റിനോൾ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഐ വാസ് സോ സ്കെയർഡ് ടു യൂസ് ദിസ്, ബട്ട് ഇത് അടിപൊളി സാധനമാണ്. എനിക്ക് വർക്ക് ആയോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബിക്കോസ് അങ്ങനെ റിങ്കിൾസ് മാഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ലൈക് പേർജിങ് ഒന്നും വന്നില്ല എനിക്ക്. ഇത് ബിഗ്നർ ഫ്രണ്ട്ലി ആണ്. ഇത് 0.1% റെറ്റിനോൾ ആണ് കേട്ടോ. സോ ബിഗിനർ ആണെങ്കിൽ ഐ ഫീൽ ഇത് യൂസ് ചെയ്യായിരിക്കും നല്ലത്, ദിസ് വൺ. അപ്പം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, കാരണം എനിക്ക് ഇതുകൊണ്ട് ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. സോ ഞാനിതിപ്പോൾ സ്കിൻ സൈക്ലിംഗ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. ഞാനും ഒരു മാസമായിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന റെറ്റിനോൾ. സോ ദി സെക്കൻഡ് ഡേ നൈറ്റ് നമ്മൾ ഒരു പീ സൈസ്ഡ് എമൗണ്ട് എടുത്ത് മുഖത്തും കഴുത്തിലൊക്കെ പരട്ടി കിടന്നുറങ്ങാം. അപ്പം തേർഡ് ഡേയും ഫോർത്ത് ഡേയും റിക്കവറി ഡേ ആണ്. അതുകൊണ്ട് മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഡെർമക്കോ ആണ്. എനിക്കറിയില്ല, എൻ്റെ കുറേ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഫേസ് വാഷ് മുതൽ സൺസ്ക്രീൻ വരെ ഡെർമക്കോ ആണ്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡായിട്ട് തോന്നിയോണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന കേട്ടോ. സോ ഇത് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ തന്നെ ആവണമെന്നില്ല, ഞാൻ ഡെർമക്കോയിലെ വെറൈറ്റി മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ തേർഡ് ഡേയും ഫോർത്ത് ഡേയും മോയ്സ്ചറൈസർ മാത്രം നൈറ്റിൽ ഇട്ടിട്ട് കിടക്കും. പിന്നെ മോർണിംഗിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറം ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞു എനിക്ക് പ്ലമ്മിന്റെ വൈറ്റമിൻ സി ഭയങ്കര ഇഷ്ടം കാണുന്നുണ്ടോ? അപ്പോൾ വൈറ്റമിൻ സി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ വൈറ്റമിൻ സി യൂസ് ചെയ്യാറുണ്ട് മോർണിംഗ് റുട്ടീനിൽ. ഫേസ് വാഷ്, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഡീകൺസ്ട്രക്ട് ആണ്. ആക്ച്വലി ഞാൻ ഡെർമക്കോ ആയിരുന്നു. ഇപ്പം പുതിയതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ചെറിയൊരു സാമ്പിൾ എനിക്ക് കിട്ടിയായിരുന്നു എവിടെയോ നൈക്കയിലോ എന്തോ ഓർഡർ ചെയ്തപ്പം. അപ്പൊ ഞാൻ വിചാരിച്ചു പുതിയത് വലുതൊരെണ്ണം വാങ്ങാന്ന്, കാരണം സാമ്പിൾ വാസ് നൈസ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ അത്രേ ഉള്ളൂ എന്റെ സ്കിൻ സൈക്ലിംഗ്, ഇപ്പൊ ചെയ്യുന്ന സ്കിൻ സൈക്ലിംഗ് റുട്ടീൻ. ഇപ്പോൾ ഈ സ്കിൻ സൈക്ലിങ്ങിലും ഞാൻ പറഞ്ഞല്ലോ, ഇൻ ബിറ്റ്വീൻ ഒരു കുരു വരുവാണെങ്കിൽ ഞാൻ ഈ പ്രോസസ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ആ കുരു ഒന്ന് കാമായി അത് പോയതിനു ശേഷം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പം എനിക്കൊന്നും നമ്മള് സ്കിന്നിന് ആവശ്യമുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ സ്കിൻ വെൽ ബിഹേവ്ഡ് ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എന്റെ സ്കിന്നിപ്പോ ഇന്നിങ്ങനെയാണെങ്കിൽ നാളെ ചിലപ്പോൾ കുറെ കുരു വരും. കാരണം ഓഫ്കോഴ്സ് ട്രാവൽ ചെയ്ത് സ്കിൻ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ കുരു വരും എൻ്റെ മുഖത്ത്. ട്രാവലിങ്, അതുപോലെ തന്നെ കുറച്ച് വെയിലത്ത് കുറച്ച് നേരം പുറത്ത് ഭയങ്കരമായിട്ട് ചൂട്, സ്വെറ്റ്, ഈ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് കുരു വരും. അത് ഒന്നും പറയാനില്ല, വരും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ശരിക്കും സീരിയസ് ആയിട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ യു ഷുഡ് ഗോ ടു എ ഡോക്ടർ. നിങ്ങളെ കൺസേൺ ആയിട്ട് തന്നെ പറയാം. കാരണം ചില ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അത്ര വലിയ കാര്യമൊന്നുമില്ല, ടീനേജ് അല്ല, ആ സമയത്ത് കുരുവൊക്കെ വരുന്നത്. മേ ബി സത്യമായിരിക്കാം, പക്ഷെ എനിക്ക് ആ സമയത്ത് ഭയങ്കര കൺസേൺഡ് ആയിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായില്ല. സോ വാട്ട് എവർ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ബൈ. Subscribe for more.